മാത്രവുമല്ല, മകൻ കിരീടം വെക്കുന്നത് കാണാൻ തന്നെയാണ് ധൃതരാഷ്ട്രർക്കും ആഗ്രഹം. അങ്ങനെ ധൃതരാഷ്ട്രർ ദുര്യോധനന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് കരുതി. പിറ്റേ ദിവസം തന്നെ യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രർ വിളിച്ചു. പിതൃ ആത്മാവിന്റെ മോക്ഷത്തിനായി പവിത്രമായ ചില കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. വാരണാവതയിലെ ശിവസന്നിധിയിൽ ഇപ്പോഴാണ് ആ പുണ്യകാലം സമാഗതമായിരിക്കുന്നത്. നിന്റെ മാതാവിനെയും പ്രിയപ്പെട്ട അനുജന്മാരെയും കൂട്ടി നീ ആ പുണ്യക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കണം. ദിനങ്ങൾ നീളുന്ന പവിത്രമായ കർമ്മങ്ങളാണവ. നിങ്ങളുടെ താമസത്തിനായി രാജകീയമായ ഒരു കൊട്ടാരം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പുണ്യകർമ്മങ്ങളുടെ മറവിൽ മറ്റെന്തോ ഒരു പദ്ധതിയുടെ നിഴലുകൾ യുധിഷ്ഠിരന്റെ മനസ്സിലേക്ക് കടന്നുവന്നു. എന്നാൽ രാജധർമ്മം അനുസരിച്ച് ആ വാക്കുകൾ അനുസരിക്കുക മാത്രമായിരുന്നു മുന്നിലുള്ള വഴി. ധൃതരാഷ്ട്രർ ആ വിവരം ദുര്യോധനനെ അറിയിച്ചു. അയാളുടെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ തിരമാലകൾ ഉയർന്നു. നിമിഷനേരം കൊണ്ട് അയാൾ പിതാവിനെ ആവേശപൂർവ്വം ആലിംഗനം ചെയ്തു. ആ ആലിംഗനത്തിൽ വെളിവായത് വെറും സ്നേഹം മാത്രമായിരുന്നില്ല, മറിച്ച് കൈവരാനിരിക്കുന്ന വിജയത്തിന്റെ മധുരമായ പ്രതീക്ഷകളായിരുന്നു. ശേഷം അടക്കാനാവാത്ത ആവേശവുമായി അയാൾ അരമനയുടെ ഇടനാഴികളിലൂടെ പാഞ്ഞു. ചുവടുകൾ നേരെ നയിച്ചത് തന്റെ പ്രിയപ്പെട്ട അമ്മാവനായ ശകുനിയുടെ അടുത്തേക്കായിരുന്നു.